അസ്സലാമു അലൈക്കും. ഈ കുട്ടി ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് പനി. ഡോക്ടറെ കാണിച്ചു, മാറി. കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു, ഇഞ്ചക്ഷൻ വെച്ചു, മാറി. അങ്ങനെ ഈ കുട്ടിക്ക് ചുണ്ടത്ത് കുരു വന്നു. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന കുട്ടിയായിരുന്നു. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചുണ്ടത്ത് കുരു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കാണിച്ചാൽ ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ കുരുവൊക്കെ മാറി. പിന്നെ സ്കൂൾക്ക് പോകാൻ തുടങ്ങി, കുട്ടി വീണ്ടും ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി. ചുണ്ടത്ത് ഒരു കുരു, രണ്ട് കുരു, അങ്ങനെ കുറേ കുരുവായി. കുരുകൾ കയറി ചെവിട് വരായി. മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കുരുവായി. അതൊക്കെ പഴുത്ത് വലിയ വലിയ കുരുക്കളായിട്ട് ഡോക്ടറെ കാണിച്ച്. ഈ കവളമ്മയും ചുണ്ടത്തും കുരുവെന്ന് ചോര പോയിട്ട് 1, 2, 3 തുണിയൊക്കെ ഇട്ടിട്ട് അത്രേ ചോര വരൽ നിർത്തുക. അങ്ങനെ ഡോക്ടർ പിന്നെയോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആ കുട്ടിക്ക് വീണ്ടും പനിയായി. 2-3 ദിവസം ICUലായിരുന്നു. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറയാത്രേ, കുടൽ, വയറ്, നെഞ്ച് വരെ ഈ കുട്ടി ലേസ് അല്ലാത്തൊരു ഡെയിലി ഒരു 2-3 പാക്കറ്റ് ലേസെങ്കിലും കഴിക്കൂത്രേ. അതേപോലെ ചെറിയ ചെറിയ ഈ 7-Upൻ്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, ചെറുതും വലുതൊക്കെ, അതൊക്കെ കഴിച്ചിട്ട് ഈ കുട്ടിയുടെ വയറ്റിൽ അടഞ്ഞിട്ട് ഭക്ഷണം തിന്നാൻ ചെല്ലാതായിക്കണമെന്ന്. ഒരു ഇഡ്ഡലി, ഒരു പത്തിരി അങ്ങനെയൊക്കെ കഴിച്ചു. ഈ ലേസ് ഡെയിലി അതിന് നിർബന്ധം അത്ര. ലേസ് കിട്ടാത്തതിന് അത് അവിടെ കിടന്ന് പ്രാന്തിളക്കും പോലെ ഇളകുക. അല്ലെങ്കിൽ പുറത്തെ ഭക്ഷണം, മന്തി, അങ്ങനത്തെ പുറത്തെ ഭക്ഷണം, നമ്മൾ വീട്ടിലുണ്ടാക്കണില്ല, പുറത്തെ ഭക്ഷണങ്ങളെ എത്രയും പറ്റുള്ളൂ. വാപ്പ നോക്കാതെ ഉമ്മ നോക്കി ഉണ്ടാക്കിയതാണ് 3 മക്കൾ. ഉമ്മനെ ഒരു വിലയിൽ പറഞ്ഞാൽ അനുസരിക്കില്ല. വാശി പിടിച്ച് ഉമ്മനെ കൊണ്ട്, അപ്പോൾ വാപ്പയില്ലല്ലോ വെച്ചിട്ട് ഉമ്മ എന്താ മക്കൾ പറയണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങേയറ്റം സഹിച്ചിട്ട്. എന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാത്രേ, ഈ ലേസും ഈ സോഫ്റ്റ് ഡ്രിങ്കുകളില്ലേ, നമ്മൾ പെപ്സി, 7-Up അങ്ങനത്തതും, പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കെമിക്കലും കൂടി അടഞ്ഞിട്ട് കഴുത്തിൻ്റെ അടിയിലുള്ള ഒരു ശരീരഭാഗങ്ങളും അതിനില്ലാന്ന്. എല്ലാം കേട് വന്നിക്കണം. ലിവറും ലങ്സൊക്കെ വീർത്ത് പൊട്ടാനായിക്കണം. ലേസ് ദഹിക്കാതെ ഒരു പാക്കറ്റ് 5 രൂപയുടെ ഒരു പാക്കറ്റ് ലേസ് ദഹിക്കണമെങ്കിൽ ഒരാഴ്ച ടൈം എടുക്കും. ഡെയിലി അപ്പോൾ തിന്നണ ആൾക്കാരുടെ അവസ്ഥ വെച്ചൊക്കെ ഡെയിലി ഈ കുട്ടിക്ക് വേണത്ര 2-3 പാക്കറ്റ്. എന്നിട്ട് ഒന്ന് ദഹിക്കണതിൻ്റെ മുന്നേ അങ്ങനെ ആയിട്ട് ലേസ് അതേപോലെ സ്കാൻ ചെയ്തതിൽ എക്സ്റേയിൽ അവർക്ക് കാണിച്ചു കൊടുത്തത്. നമ്മൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കുക, ലേസ് കാരണം സാധനം തൊടിക്കണ്ട. ഒരു 10-16 വയസ്സായ കുട്ടിയാണ് ഇപ്പോൾ അത്. അതേപോലെ ഈ ചുണ്ടുമ്മ ചായം തേച്ചിട്ടുള്ള പുറത്തിറങ്ങലുണ്ടല്ലോ, അത് നിർത്തുക. എല്ലാ ചെറിയ മക്കൾക്ക് വരെ വേണം അത്, ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. എല്ലാവരും ശ്രദ്ധിക്കും, കുട്ടികൾക്ക് നല്ലത് തിന്നാൻ മേടിച്ച് കൊടുക്കുക. മുട്ടായും ലേസൊക്കെ പറ്റത്രേ, ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്നോ. കാരണം അതിനൊരു പാക്കറ്റ് കഴിഞ്ഞ ഒരു പാക്കറ്റിന് ദഹിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാന്ന്. എല്ലാം ആമാശയത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ദ്രവിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നേക്കണം.